ഹലോ, അപ്പം നമുക്കൊരു സിമ്പിൾ കുക്കർ മന്തിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പം അതിന് വേണ്ടി ആദ്യം തന്നെ അത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻക്ക് സ്പൈസസുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ഒരു 2 ചെറിയ ക്യാപ്സിക്കവും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ഒരു വലിയ തക്കാളി പേസ്റ്റ് ആക്കിയതും 1 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് മന്തി മസാല, ഒരു മാഗി ക്യൂബ്, കുറച്ച് മല്ലിയില, ആവശ്യത്തിനുള്ള ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള റൈസ് തയ്യാറാക്കി എടുക്കുക. അതിലേക്ക് ഒരു ഓയിൽ ഒഴിച്ച് സ്പൈസസ് ഇട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കന് കുക്കറിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ ഇതിങ്ങനെ വെന്ത് വരുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു സ്റ്റോക്ക് വരും. അത് നമ്മൾ കോരിയെടുത്ത് മാറ്റി വെക്കണം കുറച്ച്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ നമ്മൾ ചിക്കൻ കുറച്ച് വെന്ത് വന്നിട്ടുണ്ടാവും. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള റൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ ആ മാറ്റി വെച്ചിട്ടുള്ള സ്റ്റോക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്ത് പിന്നെ ബാക്കിയുള്ള റൈസും കൂടെ ഇതിൻ്റെ മുകളിലിട്ട് കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് മഞ്ഞൾപ്പൊടി ഇതേപോലെ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കളറിന്. അപ്പോൾ നമ്മുടെ മന്തി എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിച്ചാൽ മതി. നമ്മൾ അടിപൊളി ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മയോണൈസും കൂട്ടി തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.